അദ്ദേഹം ഏത് ക്യാരക്ടർ എടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആ ക്യാരക്ടർ ആണ്. അത് ഇന്ന സിനിമ, ഇന്ന റോള്, വില്ലനാണോ നായകനാണോ അതൊന്നും വിഷയമല്ല. ഒരൊറ്റ സീനിൽ വരുന്ന ഒരാളാണോ, ഇറ്റ് ഡസന്റ് മാറ്റർ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഏത് സിനിമ കൊടുത്തിട്ടുണ്ടെങ്കിലും ഏത് റോൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഭദ്രമാണ്. റിവ്യൂ പറയുന്ന എല്ലാവരും പറയും ഇദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറയാനില്ല, കാരണം എല്ലാ സിനിമയിലും അദ്ദേഹം അങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന ഒരു സിനിമയിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനും ലൈക്ക് എവറി അതർ റോൾ നമ്മൾ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിദ്ദിഖിക്ക പ്ലീസ്. താങ്ക് യു ഫോർ കമ്മിങ്. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എന്റെ പുതുവത്സരാശംസകൾ. എന്റെ കൽബിൽ നിന്ന് പറയുകയാണ്, ഞാൻ ഈ നിൽക്കുന്നത് ഒരുപാട് വണ്ടർഫുൾ ടാലൻസിന്റെ മുമ്പിലാണ്. ഇപ്പോ എന്റെ കൂടെ നിൽക്കുന്ന ഇവരിൽ പലരുടെയും മുഖം ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞെന്നിരിക്കില്ല, പലരുടെയും പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, ചിലര് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഇവരെല്ലാവരും ആരാണെന്ന് നിങ്ങൾ മനസ്സിലാവും, ഇവരുടെ കഴിവെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും വണ്ടർഫുൾ ടാലൻസിനോടൊപ്പമാണ് ഞാൻ ഈ കൽബ് എന്ന് പറയുന്ന ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അതായത് ഒരുപാട് സന്തോഷം, നിറഞ്ഞ സന്തോഷത്തോടെ മനസ്സോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരുപാട് കാലമായി നമ്മളൊരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് ലവ് സ്റ്റോറി നമ്മൾ മലയാളത്തിൽ കണ്ടിട്ട് ഒരുപാട് നാളായി. ആ വിഷമം തീർക്കാനുള്ള ഒരു സിനിമയാണ് കൽബ് എന്ന് പറയുന്നത്. ഒരു പ്രണയകഥ തന്നെയാണ്. ഈ സിനിമ കണ്ടിട്ട് കണ്ണു നിറയാതെ നിങ്ങൾക്ക് തിയേറ്ററിൽ ഇറങ്ങാൻ പറ്റില്ല. അത്രയും ഹൃദയഹാരിയായ ഒരു പ്രണയകഥയാണ് സാജിദ് ഈ സിനിമയിലൂടെ പറയുന്നത്. പിന്നെ ഫ്രൈഡേ ഫിലിം ഹൗസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. തിരഞ്ഞെടുത്ത ഒരു പ്രോജക്റ്റ് പോലും പാഴായി പോയിട്ടില്ല. ഏറ്റവും സൂക്ഷ്മതയോടുകൂടി സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിൽ വളരെ പ്രഗത്ഭനാണ് വിജയബാബു. വിജയബാബുവിന്റെ വണ്ടർഫുൾ സെലക്ഷനാണ്. സാജിദിന്റെ നല്ല സ്ക്രിപ്റ്റും നല്ല ഡയറക്ഷനുമാണ്. ഒരുപാട് നല്ല പാട്ടുകളുള്ള, നല്ല പ്രണയരംഗങ്ങളുള്ള, നല്ല ഫൈറ്റ് സീക്വൻസസ് ഉള്ള ഒരു സിനിമയിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ സിനിമയുടെ വൻ വിജയം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നേരെന്ന സിനിമയെ നെഞ്ചിലേറ്റിയ പോലെ ഈ സിനിമയും നിങ്ങളെ നെഞ്ചിലേറ്റുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ മുമ്പിൽ വന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഞാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഞാനിനി സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് വിജയ് ബാബു, സാജിദ് യഹിയ, എഡിറ്റർ അമൽ ആൻഡ് ഓൾ ദി ക്രൂ. ഈ ഒരു സിനിമയുടെ എൻറ്റയർ ക്രൂ സ്റ്റേജിലേക്ക് വരണം. നമ്മൾ ട്രെയിലർ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ പേരെടുത്ത് എല്ലാവരും പറയുന്നില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഇവിടെയുള്ള ക്രൂ എല്ലാവരും സ്റ്റേജിലേക്ക് വരണം. നമ്മുടെ ക്രൂ എല്ലാം സ്റ്റേജിലെത്തിയോ? ഇനി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ടീം വരുന്നില്ല. ഇനി ആരെങ്കിലും ക്രൂ ആരെങ്കിലും സ്റ്റേജിലേക്ക് വരാനുണ്ടോ? അങ്ങനെ ഈ പുതുവത്സരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ ഒരു ട്രെയിലർ ലോഞ്ചോട് കൂടിയാണ് കടക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ സിദ്ദിഖിക്കയെ ക്ഷണിക്കാണ്. സിദ്ദിഖിക്ക, നമ്മുടെ ട്രെയിലർ ലോഞ്ച്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശംസകളോടും കൂടി ഞാൻ ഈ പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യാണ്. എല്ലാവരും കാണുക.